നമസ്കാരം. മനുഷ്യ വന്യജീവി സംഘർഷം മുഖ്യ പ്രചാരണ വിഷയമാക്കി ക്രൈസ്തവ സംഘടനകളുടെയും കർഷക പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് PV അൻവർ. നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെച്ച അൻവറിന്റെ ആദ്യ ദൗത്യം നിലമ്പൂരിൽ താൻ പിന്തുണയ്ക്കുന്നവരെ ജയിപ്പിച്ചെടുക്കുക എന്നതു തന്നെ. മലയോര മണ്ഡലങ്ങളിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പൊതു സ്വതന്ത്രരെ നിർത്തി വിജയിപ്പിച്ചെടുക്കുകയാണ് അടുത്ത ലക്ഷ്യം. ഇതിനായി ക്രൈസ്തവ പിന്തുണ ആർജിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് അൻവർ നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ കേരളത്തിൽ പാർട്ടി സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ്. തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള 8 ജില്ലകളിലെ നേതൃസംഗമം മഞ്ചേരിയിൽ വിളിച്ചു ചേർത്തു കഴിഞ്ഞു. തിരുവനന്തപുരം വരെയുള്ള 6 ജില്ലകളുടെ നേതൃസംഗമം പിന്നാലെയും നടത്തും. ഇതിനിടയിലാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പങ്ക് അവഗണിക്കാനാവില്ല എന്ന പ്രസ്താവനയുമായി അൻവർ രംഗത്തെത്തിയത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഗർവാപ്പസിയെ പിന്തുണച്ചു എന്ന RSS മേധാവിയുടെ പ്രസ്താവന അവാസ്തവവും പ്രതിഷേധാർഹവുമാണെന്നും ക്രിസ്ത്യൻ വിഭാഗം രാഷ്ട്ര നിർമ്മാണത്തിനായി നൽകിയ സംഭാവനകളെ തിരസ്കരിക്കുന്നതിന് തുല്യമാണിതെന്ന CBCIയുടെ പ്രസ്താവന ശരിവച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത് സ്വാഗതാർഹമാണെന്ന് അൻവർ പറയുകയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള പങ്കിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കേണ്ട സമയമാണിത്. ഇന്ത്യക്ക് സ്വയം ഭരണം സാധ്യമാകണമെന്ന കാര്യത്തിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളോ വേറിട്ട അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. മതവിഭാഗങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് അടക്കം എല്ലാവരും തങ്ങളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം ഇന്ത്യ നവോത്ഥാനത്തിനും കൊളോണിയൽ കാലഘട്ടത്തിനും ശേഷമുള്ള ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിനും നിസ്തുലമായ സംഭാവനകൾ നൽകിയവർ തന്നെ. ഇന്ത്യൻ ജനസംഖ്യയുടെ 2% അക്കാലത്ത് ക്രൈസ്തവർ. ഭൂരിപക്ഷമുള്ള ഹൈന്ദവരുടെ അത്രയും പ്രാതിനിധ്യം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിനുമില്ല എന്ന കാര്യം പരിഗണിക്കുമ്പോൾ അന്ന് രാജ്യത്ത് 2% മാത്രം ജനസംഖ്യയുള്ള ക്രൈസ്തവ സമൂഹവും അവരുടേതായ പ്രാതിനിധ്യവും സംഭാവനയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും രാഷ്ട്ര നിർമ്മാണത്തിനും നൽകിയിട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ കേവലം 2% മാത്രമായിരുന്ന ക്രിസ്ത്യാനികളുടെ പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ശ്രദ്ധേയമായിരുന്നു എന്ന് കാണാൻ കഴിയും. ദീനബന്ധു, CSF ആൻഡ്രൂസ്, ഉത്കൽ ഗൗരവ്, മധുസൂദൻ ദാസ്, JC കുമാരപ്പ, ബ്രഹ്മബന്ധ ഉപാധ്യായ, ജോർജ് ജോസഫ്, ജോക്കിം ആൻഡ് വയലറ്റ് ആൽവ, CHV മുഖർജി, AJ ജോൺ, ജോസഫ് ബാറ്റിസ്റ്റ, മസ്കരനാസ്, ടെറ്റസ് G എന്നറിയപ്പെടുന്ന തേവർ തുണ്ടിയിൽ ടൈറ്റസ് എന്നിവർ ദേശീയ തലത്തിൽ അറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖരാണ്. മലയാളികളായ TM വർഗീസ് ജോർജ്, ജോസഫ് ആനിമസ് ക്രീൻ, AJ ജോൺ, PC ജോർജ്, KM കോര, PD പുന്നൂസ്, M മാത്തുണ്ണി, KC മാമൻ മാപ്പിള, PT ചാക്കോ, TV തോമസ്, കുളത്തുങ്കൽ പോത്തൻ, MG കോശി, ചാക്കോ കാഞ്ഞൂക്ക് പപ്പമ്പൻ, ബേബി ജോൺ, മാമൻ കണ്ണന്താനം, KC ജോർജ്, TK വർഗീസ് വൈദ്യൻ, DC കിഴക്കേമുറി, അക്കാമ്മ ചെറിയൻ, റോസമ്മ പുന്നൂസ്, N അലക്സാണ്ടർ, KM മാത്യു, CM സ്റ്റീഫൻ എന്നിവരെല്ലാം തന്നെ കേരള നവോത്ഥാനത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയവരുമാണ്. പഴയ നോട്ടിന് പുറകിലുള്ള ദണ്ഡിയാത്രയുടെ പടമെടുത്തു നോക്കിയാൽ അതിൽ ഒരു മലയാളിയെ കാണാൻ കഴിയും. പേര് TJ ടൈറ്റസ് അഥവാ തേവർ തുണ്ടിയിൽ ടൈറ്റസ്. ആധുനിക രാഷ്ട്രം സ്വാതന്ത്ര്യാനന്തരം ഒരു രാത്രി കൊണ്ട് ഉണ്ടായിത്തീർന്നതല്ല. ക്രിസ്ത്യൻ മിഷനറി സമൂഹം രാജ്യത്തിന് നവോത്ഥാനത്തിനായി നൽകിയ സംഭാവനകളെ അവഗണിക്കാൻ ചരിത്രത്തിന് സാധിക്കില്ല. ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ആതുര സേവന മേഖലയിലും നൂറ്റാണ്ടിലേറെ കാലം വിവിധ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഗണ്യമായ സേവന പ്രവർത്തനങ്ങൾ പ്രത്യേക പഠന വിഷയമാണ്. അലോപ്പതി ചികിത്സാ രീതി നമ്മുടെ ഗ്രാമങ്ങളിൽ പരിചിതമായത് മിഷനറി പ്രവർത്തകരിലൂടെയാണ്. കോളറയും മലമ്പനിയും പടർന്നു പിടിച്ച മലപ്രദേശങ്ങളിലൂടെ തീർത്ഥാടകരെ പോലെ സഞ്ചരിച്ചിട്ടുണ്ട് മിഷനറി സമൂഹം. ആതുര സേവന രംഗത്തെ അഭിമാന നേട്ടമായ പലിയേറ്റീവ് കെയർ ക്ലിനിക്കുകളുടെ ചെറുമാതൃകകളായിരുന്നു അക്കാലത്ത് മിഷനറി പ്രവർത്തകർ.
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിലും മിഷനറി സൊസൈറ്റികളുടെ പങ്ക് വലുതാണ്. വിദ്യാഭ്യാസ മേഖലയുടെ പരിവർത്തനത്തിന് കാരണമായ അച്ചടി ഇന്ത്യയിൽ ആരംഭിക്കുന്നതും അച്ചുകൂടങ്ങൾ സ്ഥാപിക്കുന്നതും മിഷനറി സൊസൈറ്റികളുടെ ഭാഗമായിട്ടാണ്. നടന്നെത്താൻ പോലും വഴിയില്ലാതെയിരുന്ന കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ സ്കൂളുകളും ആശുപത്രികളും സ്ഥാപിച്ച സാമൂഹിക പുരോഗതിയുടെ നെടും തൂണായി മാറിയ ഒരു സമുദായത്തെ അപരവൽക്കരിക്കാനും അരികുവൽക്കരിക്കാനും നടത്തുന്ന ശ്രമങ്ങളെ നാം ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ടെന്നും അൻവർ വ്യക്തമാക്കുന്നു. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്ഥാനാർത്ഥികൾക്കായി ക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കാനുള്ള പ്രചാരവേലയാണ് അൻവർ തുടങ്ങിവെച്ചിരിക്കുന്നത്. നന്ദി.